ഇതിൽ നമ്മൾ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് വെച്ച് ഹീറ്റ് ഇക്വേഷൻ്റെ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണാനാണുള്ളത്. അപ്പം ആദ്യം ഹീറ്റ് ഇക്വേഷൻ എന്തിനാന്ന് പറഞ്ഞാൽ യു ടി മൈനസ് കെ ഇൻറ്റു യു എച്ച് എസ് ഈക്വൽ ടു 0. ഇതാണ് ഒരു വൺ ഡയമെൻഷണൽ വൺ ഡയമെൻഷണൽ ഹോമോജീനിയസ് ഹീറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. വേവ് ഇക്വേഷൻ എന്ന് പറയുമ്പം യു ടി ടി മൈനസ് സി സ്ക്വയർ യു എച്ച് എച്ച് ഈക്വൽ ടു 0. ഇതാണ് വേവ് ഇക്വേഷൻ. വൺ ഡയമെൻഷണൽ ഹോമോജീനിയസ് വേവ് ഇക്വേഷൻ. ഹോമോജീനിയസ് എന്ന് പറയുമ്പം ഈക്വൽ ടുവിൻ്റെ അവിടെ 0 വരുന്നതുകൊണ്ടാണ് ഹോമോജീനിയസ്. അവിടെ വേറെ എന്തെങ്കിലും വരികയാണെങ്കിൽ വല്ല ഫംഗ്ഷൻ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് നോൺ ഹോമോജീനിയസ് ആവും. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഫോമിലായിരിക്കും വരുന്നത്. യു ഓഫ് എക്സ് കോമ ടി എന്ന് പറയുന്ന ഫോമിലായിരിക്കും വരുന്നത്. വൺ ഡയമെൻഷണൽ ഇക്വേഷൻ ആയതുകൊണ്ട് ഒരെണ്ണം സ്പേസിൻ്റെ ഡയമെൻഷനും ഒരെണ്ണം ടൈമിൻ്റെ ഡയമെൻഷൻ. അപ്പം ഇതിൻ്റെ സൊല്യൂഷൻ കാണാനാണ് നോക്കുന്നത്. അതിന് മുമ്പ് ഡിറിച്ലെറ്റ് കണ്ടീഷനും ന്യൂമാൻ കണ്ടീഷൻ, ബൗണ്ടറി കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബൗണ്ടറി കണ്ടീഷൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഡിറിച്ലെറ്റും ന്യൂമാനും. ഡിറിച്ലെറ്റ് എന്ന് പറയുമ്പോൾ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുമ്പം ബൗണ്ടറിയിലെ വാല്യൂ തരുന്നതിനാണ്, ബൗണ്ടറിയിലെ കണ്ടീഷൻ തരുന്നതിനാണ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത്. ഡിറിച്ലെറ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുമ്പം ബൗണ്ടറിയിലെ വാല്യൂ തന്നെ തരുവാണെങ്കിൽ അതിനെ ഡിറിച്ലെറ്റ് കണ്ടീഷൻ എന്ന് പറയും. ഇപ്പോൾ ഇത് വൺ ഡയമെൻഷണൽ ആയതുകൊണ്ട് ഇതിന് രണ്ട് ബൗണ്ടറികൾ, ഒന്ന് ഈ ലെഫ്റ്റ് എൻഡും ഒന്ന് ഈ റൈറ്റ് എന്ന് പറയുന്ന രണ്ട് ബൗണ്ടറി വരുന്നുള്ളൂ വൺ ഡയമെൻഷണൽ ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ ഈ ഒബ്ജക്റ്റിന്, നമ്മൾ ഹീറ്റ് സ്റ്റഡി ചെയ്യുന്ന ഈ ഒബ്ജക്റ്റിനെ എടുത്ത് ഞാൻ ഇത് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ വെച്ചേക്കുവാണ്. ഈ പോയിൻറ്റിൻ്റെ എച്ച് വാല്യൂ എന്ന് പറയുന്നത് എച്ച് ഈക്വൽ ടു 0യും ഇത് എൽ ലെങ്തുള്ളൊരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇവിടെ എച്ച് ഈക്വൽ ടു എൽ എന്നാവും. അപ്പോൾ എച്ച് ഈക്വൽ ടു 0യിലും എച്ച് ഈക്വൽ ടു എല്ലിലെയും പിന്നെ ഹീറ്റ് ഇക്വേഷനാണ് എടുക്കുന്നത് വെച്ചാൽ. അപ്പോൾ യു വാല്യൂ തരുവാണെങ്കിൽ യു ഓഫ് 0, ടിയും അതേപോലെ യു ഓഫ് എൽ, ടിയും തരുവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എച്ച് ഈക്വൽ ടു 0യിലും എച്ച് ഈക്വൽ ടു എല്ലിലെയും യുവിൻ്റെ വാല്യൂ തരുന്നതിനാണ് ഡിറിച്ലെറ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ 0 ആയിരിക്കാം, ചിലപ്പോൾ വേറെ ഏതെങ്കിലും വാല്യൂ ആയിരിക്കാം. ഇങ്ങനെ തരുന്നതിനാണ് ഡിറിച്ലെറ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ന്യൂമാൻ എന്ന് പറയുമ്പം ബൗണ്ടറിയിലുള്ള ഡെറിവേറ്റീവ് ആയിരിക്കും തരുന്നത്. അപ്പം ഇവിടെ യു എച്ച് ഓഫ് 0, ടി ആയിരിക്കും തരുന്നത്, അല്ലെങ്കിൽ യു എച്ച് ഓഫ് എൽ, ടി. ഇതാണ് ഡെറിവേറ്റീവ്. അതായത് ഹീറ്റ് ആണെങ്കിൽ ഹീറ്റിൻ്റെ ഫ്ലോ ആയിരിക്കും തരുന്നത്, വേവ് ആണെങ്കിൽ അവിടുത്തെ പോയിൻറ്റിൻ്റെ വെലോസിറ്റി അതൊക്കെ ആയിരിക്കും തരുന്നത്. അപ്പോൾ ബൗണ്ടറിയിലുള്ള ഡെറിവേറ്റീവ് ആണ് ഇവിടെ തരുന്നത്. അങ്ങനെ അപ്പോൾ ചിലപ്പോൾ 0 ആവാം, ചിലപ്പോൾ വേറെ ഏതെങ്കിലും വാല്യൂ ആവാം. ഇങ്ങനെ ഡെറിവേറ്റീവ് തരുന്നതിനാണ് ന്യൂമാൻ എന്ന് വിളിക്കുന്നത്. മറ്റേ വാല്യൂ ആണ് തരുന്നതെങ്കിൽ അതിനെ ഡിറിച്ലെറ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഇതാണ് ബൗണ്ടറി കണ്ടീഷൻ. അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻ മെയിനായിട്ട് മൂന്ന് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഡിറിച്ലെറ്റ് ബൗണ്ടറി കണ്ടീഷൻ, അതായത് ബൗണ്ടറിയിലുള്ള വാല്യൂ ആണ്, യുവിൻ്റെ വാല്യൂ ആണ് തരുന്നതെങ്കിൽ ഡിറിച്ലെറ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് വിളിക്കും. ന്യൂമാൻ എന്ന് പറയുമ്പം ബൗണ്ടറിയിലുള്ള വെലോസിറ്റി ഡെറിവേറ്റീവ് ആണ് വരുന്നതെങ്കിൽ ന്യൂമാൻ ബൗണ്ടറി കണ്ടീഷൻ എന്ന് വിളിക്കും. ഇനി ഇത് രണ്ടും കൂടി ചേർന്ന് വരണമെങ്കിൽ മിക്സഡ് എന്ന് വിളിക്കും. അപ്പം നമ്മൾ ഇത്ര പഠിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഹീറ്റ് ഇക്വേഷനിൽ ഡിറിച്ലെറ്റ് ബൗണ്ടറി കണ്ടീഷനും വേവ് ഇക്വേഷനകത്ത് ന്യൂമാൻ ബൗണ്ടറി കണ്ടീഷനും വെച്ചാണ് പഠിക്കാൻ പോകണം. ഇനി ഹീറ്റ് ഇക്വേഷനിലും വേവ് ഇക്വേഷനോടെ കമ്പയർ ചെയ്ത് നോക്കപ്പം നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത് നോക്കിയേ, ഇവിടെ ഒരു ടിയും യു ടിയും, ഇവിടെ യു ടി ആണ്, 2 ടി ഉണ്ട്. ബാക്കിയെല്ലാം സിമിലറാണ്. ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു യു എച്ച് എസ്, ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു യു എച്ച് എസ്, സിമ്പലും എല്ലാം ഒരേപോലെയാണ്. അപ്പം ടീയുടെ ടൈമിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഹീറ്റ് ഇക്വേഷൻ വേവ് ഇക്വേഷൻ തമ്മിൽ ടീയുടെ ആ ഒരു ഇത് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇതിനൊരു പർട്ടിക്കുലർ സൊല്യൂഷൻ വേണമെങ്കിൽ ഈ ഇക്വേഷൻ്റെ ഇനിഷ്യൽ കണ്ടീഷനും വേണം, അതേപോലെ തന്നെ ബൗണ്ടറി കണ്ടീഷനും വേണം. രണ്ട് ഇക്വേഷൻ ആയാലും, ഹീറ്റ് ഇക്വേഷനിൽ വേവ് ഇക്വേഷനായാലും പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടണമെങ്കിൽ ഈ ഇക്വേഷന് ഇനിഷ്യൽ കണ്ടീഷനും വേണം, ബൗണ്ടറി കണ്ടീഷനും വേണം. അപ്പോൾ ഹീറ്റ് ഇക്വേഷൻ്റെ കേസിലാണെങ്കിൽ ഒരു ടിയേ ഉള്ളൂ. അപ്പോൾ അതിന് ഒരു ഇനിഷ്യൽ കണ്ടീഷൻ മതി, യു ഓഫ് ടൈം 0 ആവുന്ന ഒരു ഇനിഷ്യൽ കണ്ടീഷൻ മതി, എഫ് ഓഫ് എക്സ്. അതേപോലെ തന്നെ ബൗണ്ടറി കണ്ടീഷൻ ലെഫ്റ്റ് എൻഡും റൈറ്റ് എൻഡും, ന്യൂമാനോ ഡിറിച്ലെറ്റോ, അത് ഏതാണെന്ന് വെച്ചാൽ. പക്ഷേ വേവിൻ്റെ കേസിലാണെങ്കിൽ യു ടി ടി ആണ്. അപ്പോൾ അവിടെ 2 ഇനിഷ്യൽ കണ്ടീഷൻ വേണ്ടി വരും. ഒന്ന്
യുവിൻ്റെ വാല്യൂ ടൈം 0 അപ്പോഴുള്ള യുവിൻ്റെ വാല്യൂ വേണം. അതേപോലെ തന്നെ അവിടുത്തെ പോയിൻറ്റ്സിൻ്റെ വെലോസിറ്റി വേണം. എക്സ് അല്ല യു ടി വെലോസിറ്റി വേണം, ഒരു ഡെറിവേറ്റീവ് വേണം. അപ്പോൾ അത് യു ടി ടി വരുന്നതുകൊണ്ട് അവിടെ 2 ഇനിഷ്യൽ കണ്ടീഷൻസ് വേണ്ടി വരും. അതേപോലെ ബൗണ്ടറി കണ്ടീഷൻ വേണം. അപ്പോൾ ഇതാണ് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഒന്നുകൂടെ പറയാം. നമ്മൾ ഹീറ്റ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഹീറ്റ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം മെയിനായിട്ട് ഡിഫറൻഷ്യൽ ഹീറ്റ് ഇക്വേഷൻ വേണം. അപ്പോൾ ഹീറ്റ് ഇക്വേഷനോട് അതിന് വേണ്ടിയത് ഇത് ഇനിഷ്യൽ കണ്ടീഷൻ വേണം. അപ്പോൾ ഇവിടുത്തെ ഇനിഷ്യൽ കണ്ടീഷൻ എന്ന് പറയുമ്പം ഒരെണ്ണം മതി. യു ഓഫ് എക്സ് കോമ 0 ടൈം 0 അപ്പോൾ ഉള്ള യുവിൻ്റെ വാല്യൂ വേണം. അപ്പോൾ അതിനെ ഞാൻ സ്മാൾ എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കുകയാണ്. സ്മാൾ എഫ് ഓഫ് എക്സ്. ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 to L ആണ് കേട്ടോ. കാരണം നമ്മൾ ഒബ്ജക്റ്റ് ഇരിക്കുന്ന ഇതാണ് കോർഡിനേറ്റ് സിസ്റ്റമെങ്കിൽ ഒബ്ജക്റ്റ് 0 തൊട്ട് L വരെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എക്സിൻ്റെ വാല്യൂസ് 0 to L ആണ്. ടൈം എന്ന് പറയുന്നത് ടി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അതിൽ ഇവിടെ എക്സിൻ്റെ വാല്യൂ 0 to L വരെയാണ്. അതേപോലെ ബൗണ്ടറി കണ്ടീഷൻ വേണം. യു ഓഫ് ഇപ്പം ഞാൻ ഇവിടെ എടുക്കുന്ന ബൗണ്ടറി കണ്ടീഷൻ 2 0 ആണെന്ന് എടുക്കുക. 2 എൻഡ് പോയിൻറ്റിലെയും ബൗണ്ടറി കണ്ടീഷൻ 0 ആണെന്ന് എടുക്കുകയാണ്. അപ്പം 0, T ഈക്വൽ ടു യു ഓഫ് L, T എന്ന് പറയുന്നത് രണ്ടും 0 ആക്കി എടുക്കുക. അപ്പോൾ ഇത്രയും വേണം. ഹീറ്റ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്, അതേപോലെ ഇനിഷ്യൽ കണ്ടീഷൻ ഉണ്ട്. ഇവിടെ ഒരു ഇനിഷ്യൽ കണ്ടീഷൻ എടുത്തോളൂ. അതേപോലെ ബൗണ്ടറി കണ്ടീഷനുണ്ട്. ഇനി വേരിയബിൾ സെപ്പറബിൾ എന്ന് പറയുമ്പം ഞാൻ അസ്യൂം ചെയ്യുന്നത് വേരിയബിൾ സെപ്പറബിൾ എന്ന് പറയുമ്പോൾ എന്തിനാണ്? അപ്പോൾ യു എന്ന് പറയുന്നത് നമുക്കറിയാം എക്സിൻ്റെയും ടിയുടെയും ഫംഗ്ഷനാണ് യു എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള വേരിയബിൾസ് ആരൊക്കെയാണ്? എക്സും ടി ആണ് ഇതിനകത്തുള്ള വേരിയബിൾസ്. ഇത് സെപ്പറബിൾ ആണെന്നുള്ള ഫോമിലാണ് നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എക്സിൻ്റെ ടേം എല്ലാം കൂടെ ചേർത്ത് എക്സിൻ്റെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും, ടീൻ്റെ ടേം എല്ലാം കൂടെ ചേർത്ത് ടീയുടെ ഒരു ടീയുടെ ടേമിലെല്ലാം ചേർത്ത് അടുത്തൊരു ഫംഗ്ഷനാക്കി എഴുതാൻ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ യു ടിയും, അതായത് നമ്മൾ ഹീറ്റ് ഇക്വേഷൻ ഇതാണ്, ഈ വാല്യൂവിൽ നിന്ന് യു ടിയും കണ്ടുപിടിക്കും, അതേപോലെ യു എച്ച് എസും കണ്ടുപിടിക്കും. ഇതിൽ നിന്ന് യു ടിയും യു എച്ച് എസും കണ്ടുപിടിച്ചിട്ട് അതെടുത്ത് ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് യു ടിയും യു എച്ച് എസും കണ്ടുപിടിച്ചിട്ട് ഇതിലിട്ട് കൊടുക്കും. അപ്പം യു ടി എന്ന് പറഞ്ഞാൽ എന്തിനായിരിക്കും? ഇതിന് വിത്ത് റെസ്പെക്റ്റ് ടു ടി ഡെറിവേറ്റീവ് എടുക്കണം. വിത്ത് റെസ്പെക്റ്റ് ടു ടി ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ എക്സ് അവിടെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പം എക്സ് ഇൻറ്റു ടീനെ വിത്ത് റെസ്പെക്റ്റ് ടു ടി ഡെറിവേറ്റീവ് എടുക്കണം. ഇതാണ് യു ടി. ഇനി അടുത്ത യു എച്ച് എസ് ഇതേപോലെ ചെയ്താൽ എന്ത് കിട്ടും? അവിടെ ടി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ടി അവിടെ നിർത്തിയിട്ട് എക്സിനെ വിത്ത് റെസ്പെക്റ്റ് 2 പ്രാവശ്യം ഡെറിവേറ്റ് ചെയ്യണം. ഇതാണ് യു എച്ച് എസ്. ഇനി ഇതെടുത്ത് ഇതിൽ ഇട്ട് കൊടുക്കണം. അത് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ഇതിലിട്ട് കൊടുക്കുക. അപ്പം യു ടിക്ക് പകരം എക്സ് ടി എസ് ടി ടി എന്ന് വരും. യു ടിക്ക് പകരം മൈനസ് കെ ഇൻറ്റു സ്മാൾ ലെറ്റർ കെ ഇൻറ്റു യു എച്ച് എസിന് പകരം ടി എച്ച് എച്ച് എന്ന് ഇട്ട് കൊടുക്കണം. ഈക്വൽ ടു എന്തിരുന്ന് കിട്ടും? 0 എന്ന് കിട്ടും. ഇനി ചെയ്യാൻ പോണത് ഇതിൽ നിന്ന് എച്ചിൻ്റെ ടൈമെല്ലാം ഒരു സൈഡിലും ടിയുടെ ടൈമെല്ലാം വേറെ സൈഡിലോട്ടും കൊണ്ടുപോകാം. അപ്പോൾ എന്ത് കിട്ടും? എക്സ് ടി ടി ഇതെടുത്ത് 0യുടെ അപ്പുറത്തോട്ട് പോകണം. അപ്പോൾ ഈക്വൽ ടു കെ ഇൻറ്റു ടി എച്ച് എച്ച് എന്ന് കിട്ടി. ഇത്രയും കിട്ടിയേ. ഇനി ടിയുടെ ടൈമെല്ലാം ഒരു സൈഡിലും കെ ഇൻറ്റു ഇവിടെ ചെറിയൊരു തെറ്റ് പറ്റി. അവിടെ ടി ഇൻറ്റു എക്സ് 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 അല്ലേ? ഓക്കെ. ഇനി എക്സിൻ്റെ ടൈമെല്ലാം ഒരു സൈഡിലും ടിയുടെ ടൈമെല്ലാം വേറെ സൈഡിൽ കൊണ്ടുപോകാം. ഞാൻ ഇവിടുന്ന് ടി ടി ബൈ ടി കൂടെ കെയുടെ പുറത്തോട്ട് വന്നിട്ട 1/k ഇൻറ്റു ടി ടി ബൈ ടി ഈക്വൽ ടു എന്തിരുന്ന് എഴുതി? എച്ച് എക്സ് ബൈ എക്സ് എന്ന് എഴുതി.
ഇപ്പോൾ ടിയുടെ എല്ലാ ഒരു സൈഡിലും കൊണ്ടുവന്നു, കെ അവിടെ കൊണ്ടുവന്നു, അതേപോലെ എക്സിൻ്റെ എല്ലാ വേറെ സൈഡിലും കൊണ്ടുവന്നു. ഇതിപ്പോൾ എന്തിനാണ്, ടിയുടെ ഫംഗ്ഷൻ എല്ലാം ലെഫ്റ്റ് സൈഡിലും എക്സിൻ്റെ ഫംഗ്ഷൻ എല്ലാം റൈറ്റ് സൈഡിലും. അപ്പോൾ ടിയുടെ ഫംഗ്ഷൻ, അപ്പോൾ ഇവിടെ വേരിയബിൾ ടി മാത്രമേ ഉള്ളൂ, ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ വേരിയബിൾ. അത് രണ്ട് ഈക്വൽ ടു ഇട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് അത് രണ്ടും ഈക്വൽ ടു ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം അപ്പോൾ എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുകയാണെങ്കിൽ രണ്ട് വേരിയബിൾ അല്ലേ, രണ്ടിടത്തും ഒരേ വേരിയബിൾ വരുന്നില്ലല്ലോ. അപ്പോൾ രണ്ട് ഈക്വൽ ആവണമെങ്കിൽ രണ്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതേപോലെ ഇതും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ കോൺസ്റ്റൻറ്റിനെ ഞാൻ മൈനസ് ലാംഡ എന്ന് വിളിച്ച്, കോൺസ്റ്റൻറ്റിനെ മൈനസ് ലാംഡ എന്ന് വിളിച്ച്. അപ്പോൾ ഈ മൈനസ് ലാംഡ വിളിക്കുന്ന പേരാണ് സെപ്പറേഷൻ കോൺസ്റ്റൻറ്റ്, അതായത് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന കോൺസ്റ്റൻറ്റ്. അപ്പം ഇതിനെ വിളിക്കുന്ന പേരാണ് സെപ്പറേഷൻ കോൺസ്റ്റൻറ്റ്. ഇതിനോട്ടൊന്ന് നോക്കിയാൽ നമുക്ക് രണ്ട് ODE കിട്ടും. ഞാൻ ഇത് രണ്ടും കൂടെ ചേർത്താൽ എനിക്കൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടില്ലേ, എക്സിൻ്റെ ടൈമിലുള്ള മാത്രം ഒരു ഇക്വേഷൻ, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും. അതിനെ എടുത്തെഴുതാൻ പോകണേ. എക്സ് ഈക്വൽ ടു മൈനസ് ലാംഡ എക്സ്, ഇതൊരു ODE ആയി. അതേപോലെ ടിയുടെ എടുത്ത് നോക്കുവാണെങ്കിലും അവിടെ ഒരു ODE മാത്രം കിട്ടും. അതായത് ഇതുകൂടെ നോക്കുവാണെങ്കിൽ എന്ത് കിട്ടും, മൈനസ് ലാംഡ നോക്കുവാണെങ്കിൽ ടി ഈക്വൽ ടു മൈനസ് ലാംഡ KT ഇങ്ങനെ കിട്ടത്തില്ലേ, ഇങ്ങനെ കിട്ടും. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറ്റും, എക്സ് കണ്ടുപിടിക്കാം, എക്സ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ ഇതിൽ നിന്ന് ടി ഓഫ് ടി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഇതിൽ നിന്ന് എക്സ് ഓഫ് എക്സും ടി ഓഫ് ടിയും കണ്ടുപിടിച്ചാൽ നമുക്ക് സൊല്യൂഷൻ കിട്ടത്തില്ല. നമ്മളെ സൊല്യൂഷൻ എന്ന് പറയുന്നത് യു ഓഫ് എക്സ് കോമ ടി എങ്ങനെയായിരുന്നു പറഞ്ഞാൽ എക്സ് ഓഫ് എക്സും ടി ഓഫ് ടിയുടെയും പ്രോഡക്റ്റ് ആയിക്കാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എക്സ് ഓഫ് എക്സും കണ്ടുപിടിക്കാം, ഇതിൽ നിന്ന് ടി ഓഫ് ടിയും കണ്ടുപിടിക്കാം. അപ്പോൾ രണ്ടും കണ്ടുപിടിച്ച പ്രോഡക്റ്റാക്കി എഴുതിയ ഇതിലായി നമ്മുടെ സൊല്യൂഷനായി. അപ്പം ഈ ODE നിന്നാണ് കണ്ടുപിടിക്കാൻ പോകണം. ഇനി എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതും കൂടെ ബൗണ്ടറി കണ്ടീഷനോടെ ചേരുന്നതായിരിക്കും എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൊല്യൂഷനും ഒപ്പം ബൗണ്ടറി കണ്ടീഷൻ എന്തായിരുന്നു, യു ഓഫ് 0, T ഈക്വൽ ടു യു ഓഫ് L, T ഈക്വൽ ടു 0. ഇത് രണ്ടും കൂടെ ചേർന്നുള്ളതിൻ്റെ സൊല്യൂഷനാണ് ഇതെന്ന് പറയുന്നത് എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അതേപോലെ ഇതിൻ്റെ സൊല്യൂഷനാണ് ടി ഓഫ് ടി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന് എക്സ് ഓഫ് എക്സും ടി ഓഫ് ടിയും കണ്ടുപിടിക്കാനാണ് അടുത്ത ജോലി. അപ്പോൾ നമുക്ക് ആദ്യം എക്സ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. അപ്പം എക്സ് ഓഫ് എക്സിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതാണ്. എക്സ് ഈക്വൽ ടു അല്ലെങ്കിൽ എന്തിനാണ് എക്സ് പ്ലസ് ലാംഡ എക്സ് ഈക്വൽ ടു 0. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിൻ്റെ സൊല്യൂഷൻ നമുക്കറിയാം. ലാംഡ പോസിറ്റീവ് 0 നെഗറ്റീവ് അനുസരിച്ച് 3 കേസുണ്ട്. ഏതൊക്കെയാണ് ആ കേസ്? ഒന്ന് ലാംഡ ലെസ് ദാൻ 0 വരപ്പം. ലാംഡ ലെസ് ദാൻ 0 വരുന്ന കേസിൽ എന്തിരുന്ന് പഠിച്ചിട്ടുണ്ട്, ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യലിൻ്റെ ഫങ്ഷൻസ് ആയിരിക്കും. e⁻⁻ കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് അല്ലാതെ സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടല്ലോ, മറ്റേ ക്യാരക്ടറിസ്റ്റിക്സ് ഇക്വേഷൻ മറ്റേ എം ഒക്കെ വെച്ചിട്ട്. അതേപോലെ ചെയ്ത് നോക്കപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ തരുന്നിട്ടും ഒരു C1 e⁻√−λx പ്ലസ് C2 e⁻−√−λx ഇങ്ങനെ കിട്ടും. ഇതാണ് ലാംഡ ലെസ് ദാൻ 0 ആപ്പുള്ള സൊല്യൂഷൻ. ഇനി ലാംഡ ഈക്വൽ ടു 0 ആപ്പോൾ എന്തിലായിരിക്കും സൊല്യൂഷൻ വരുന്നത്? എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ലീനിയർ ഫംഗ്ഷൻ ആയിരിക്കും. ഒരു a+bx എന്ന് പറയുന്നത് a+bx. അടുത്ത ലാംഡ ഗ്രേറ്റർ ദാൻ 0 ആണ് വരുന്നതെങ്കിൽ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആയിരിക്കും സൊല്യൂഷൻ വരുന്നത്. അപ്പോൾ അതിനെ ഞാൻ a cos √λx പ്ലസ് b sin √λx എന്ന് വിളിച്ച്. അപ്പോൾ ഇത് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇത് സൊല്യൂഷൻ കാണുന്ന ഇതെങ്ങനെ കിട്ടുന്നതെന്ന്, മറ്റേ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ അത്. അപ്പോൾ ഈ 3 കേസാണുള്ളത്. അതായത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ലാംഡയ്ക്ക് വരുന്നതനുസരിച്ചുള്ള 3 കേസാണ് ഈ പറഞ്ഞേക്കുന്നത്.
ഇനി നമുക്ക് ഓരോ കേസ് നോക്കാം. ഫസ്റ്റ് ലാംഡ ലെസ് ദാൻ 0 എടുക്കാം. ഫസ്റ്റ് ലാംഡ ലെസ് ദാൻ 0 എടുക്കപ്പം എങ്ങനെ വരുന്ന എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലാംഡ ലെസ് ദാൻ 0 ആണ്. എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് C1 റേസ്റ്റ് റൂട്ട് ഓഫ് മൈനസ് ലാംഡ എക്സ് പ്ലസ് C2 റേസ്റ്റ് മൈനസ് ഓഫ് റൂട്ട് ലാംഡ എക്സ് ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഇതായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ അപ്പോൾ നിങ്ങൾക്ക് സൈൻ കോസ് ഹൈപ്പർബോളിക്കും സൈൻ ഹൈപ്പർബോളിക്കിൻ്റെയും ഇക്വേഷൻ അറിയാമല്ലേ. കോസ് ഹൈപ്പർബോളിക് എന്ന് പറയുന്നത് കോസ് ഹൈപ്പർബോളിക് ഓഫ് എക്സ് എന്ന് പറയുന്നത് e⁻x പ്ലസ് e⁻−x/2 ആണ്. അതേപോലെ സൈൻ ഹൈപ്പർബോളിക് എന്ന് പറയുന്നത് e⁻x മൈനസ് e⁻−x/2 ആണ്. അപ്പം ഇത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ബേസിസ് ആക്കിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ കോസ് ഹൈപ്പർബോളിക്കും സൈൻ ഹൈപ്പർബോളിക്കും ഇത് രണ്ടും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും, വേറെ കോൺസ്റ്റൻ്റ് വെച്ചിട്ട് എന്തിനെഴുതാം, എ കോസ് ഹൈപ്പർബോളി അവിടെ എക്സ് അല്ല വരുന്ന റൂട്ട് മൈനസ് ലാംഡ എക്സ് കോസ് ഓഫ് റൂട്ട് മൈനസ് ലാംഡ എക്സ് പ്ലസ് ബി ഓഫ് സൈൻ ഹൈപ്പർബോളിക് റൂട്ട് മൈനസ് ലാംഡ എക്സ് ഇങ്ങനെ വരും. എന്നുവെച്ചാൽ ഇതിനെ ഇങ്ങനെ എഴുതാൻ പറ്റുമെന്ന്. ഇത് എക്സ്പോണൻഷ്യൽ അല്ലേ, ഇത് ഹൈപ്പർബോളിക് ഫങ്ഷൻസ്, ഇത് രണ്ട് ലീനിയർ ഇൻഡിപെൻഡൻറ്റ്, ഇത് രണ്ട് ലീനിയർ ഇൻഡിപെൻഡൻറ്റ്. ഇതിനെ ഈ സൈൻ ഹൈപ്പർബോളിക്കും കോസ് ഹൈപ്പർബോളിക്കിനെ എങ്ങനെ എഴുതാൻ പറ്റും, മറ്റേ ലീനിയർ എക്സ്പോണൻഷ്യൽ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റും. അതുകൊണ്ട് ഇതിനെ വേറൊരു കോൺസ്റ്റൻറ്റ് വെച്ച് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇപ്പോൾ എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലാംഡ ലെസ് ദാൻ 0 ആണെങ്കിൽ ഇതിന് പകരം എങ്ങനെ എഴുതാൻ പറ്റും, ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പം അപ്പോൾ ഇതിനകത്ത് ഞാൻ ബൗണ്ടറി കണ്ടീഷൻസ് കൊടുക്കാൻ പോവാണ്. എക്സിൻ്റെ വാല്യൂ 0 എന്തിനാണ് വരുന്നത്, എക്സിൻ്റെ വാല്യൂ 0 വരും എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് 0, അതായത് ഈ സാധനം എക്സ് ഓഫ് 0 എന്ന് പറയുമ്പം കോസ് ഹൈപ്പർബോളിക്ക് 0 എടുക്കുമ്പോൾ 1 ആണ് കിട്ടുന്നത്. കോസ് എന്ന് വെച്ചാൽ ഇത് കൊടുത്താൽ മതി. ഞാൻ എന്ത് ചെയ്യും, ഇതിൽ കൊടുത്താൽ പോരെ. 0 എടുക്കപ്പം e⁻0 1 + 1 2/2 1 കിട്ടും. അതേപോലെ സൈൻ 0 എടുക്കപ്പോഴാണ് സൈൻ ഹൈപ്പർബോളിക്കിന് 0 എടുക്കപ്പോഴും 1 - 1/2 അത് 0 കിട്ടും. അപ്പോൾ ഇതിൻ്റെ 0 എടുക്കപ്പോഴുള്ള വാല്യൂ 1ഉം ഇതിൻ്റെ 0 എടുക്കപ്പോഴുള്ള വാല്യൂ 0 ആണ്. എക്സ് ഓഫ് കോസിൻ്റെത് 1 കിട്ടും. അപ്പം എ പ്ലസ് ഈ ടൈം എന്തിന് കിട്ടും, 0 ആയിപ്പോവും. അങ്ങ് 0. ഇനി എക്സിന് 0 എടുക്കപ്പോൾ എന്തിനാണ് കിട്ടാനുള്ള, 0 ആണ് കിട്ടാനുള്ള എന്ന് പറഞ്ഞാൽ ഇത് ഈക്വൽ ടു എന്തിനാവണം, 0 ആവണം എന്ന് പറഞ്ഞാൽ എന്തിനാണ്, എ ഈക്വൽ ടു 0 ആയി. അപ്പോൾ ഇതിനകത്തുള്ള ഈ ടൈം അങ്ങ് പോയി, എ ഈക്വൽ ടു 0 ആയി. ഇനി അടുത്ത ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കാം ബി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. എക്സ് ഓഫ് എൽ എന്ന് പറയുന്നത് എന്തിനാണ്, ബി അടുത്ത ബൗണ്ടറി കണ്ടീഷൻ പറയാം ബി സൈൻ ഹൈപ്പർബോളിക് ഓഫ് റൂട്ട് മൈനസ് ലാംഡ എൽ ഇത് കിട്ടും. നമ്മളെ ബൗണ്ടറി കണ്ടീഷൻ വെച്ചിട്ട് ഇത് 0 ആവണം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ബി 0 ആവണം, അല്ലെങ്കിൽ സൈൻ ഹൈപ്പർബോളിക്ക് 0 ആവണം. ഇപ്പോൾ സൈൻ ഹൈപ്പർബോളിക്ക് ഇവിടെ എപ്പോഴേ 0 ആകത്തുള്ളൂ, എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ മാത്രമേ 0 ആകത്തുള്ളൂ. പക്ഷേ ഇവിടെ ഇത് എല്ലല്ലേ കൊടുത്തേക്കുന്നത്, അപ്പോൾ ഇത് ഒരു നോൺ 0 നമ്പറാണ്. ഇപ്പോൾ നോൺ 0 നമ്പർ ആയതുകൊണ്ട് ഇത് സൈൻ ഹൈപ്പർബോളിക്ക് ഒരിക്കലും 0 ആവത്തില്ല. പിന്നെ ആര് 0 ആയേ പറ്റൂ എന്ന് പറഞ്ഞാൽ ബി 0 ആയേ പറ്റൂ എന്ന് പറഞ്ഞാൽ നമ്മൾ സൊല്യൂഷൻ എന്ത് കിട്ടും, യു എന്ന് പറയുന്നത് 0 എന്ന് കിട്ടും. യു ഓഫ് എസ് കോമ ടി എന്ന് പറയുന്നത് 0 എന്ന് കിട്ടും. അതൊരു ട്രിവിയൽ സൊല്യൂഷനാണ് എന്ന് പറഞ്ഞാൽ ലാംഡ നെഗറ്റീവ് വാല്യൂ വരത്തില്ല. അപ്പോൾ ലാംഡ നെഗറ്റീവ് വാല്യൂ ഇല്ല. ഇനി അടുത്ത കേസ് എടുക്കാം. ലാംഡ ഈക്വൽ ടു 0 എന്ന് പറയുന്ന അടുത്ത കേസ് വെക്കാം. അടുത്ത ലാംഡ ഈക്വൽ ടു 0. അങ്ങനെ അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്ന സൊല്യൂഷൻ തരാണ് എ പ്ലസ് ബി എക്സ് എന്നാണ്. ഇനി നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കാം. എക്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി 0 എന്ന് പറഞ്ഞാൽ എ കിട്ടും. എക്സ് ഓഫ് 0 എടുക്കുമ്പോൾ എന്തിനാണ് കിട്ടാനുള്ള, എക്സ് ഓഫ് 0 എന്ന് പറയുമ്പം 0 കിട്ടണം, എക്സ് ഓഫ് എൽ എന്ന് പറയുമ്പോഴും 0 കിട്ടണം. അപ്പോൾ ഇത് എന്തിനാവണം, 0 ആവണം എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു 0 ആണെന്ന് അർത്ഥം. അപ്പോൾ എന്തിനായി ഇതിൽ നിന്ന് എ എന്ന് പറയുന്നത്
ടേം ഇല്ല. പിന്നെ ആരേ ഉള്ളൂ? ബി എച്ച് മാത്രമല്ലേ ഉള്ളൂ. ഇനി അടുത്ത ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കാൻ പോവാം. എച്ച് ഓഫ് എൽ എന്ന് പറഞ്ഞാൽ എന്തരായി? ബി ഇൻറ്റു എൽ ആയി. ഇത് വെച്ചിട്ട് ഇത് 0 ആവണം. ബൗണ്ടറി കണ്ടീഷൻ വെച്ചിട്ട് 0 ആവണം. എൽ എന്ന് പറയുന്നത് 0 നോൺ 0 നമ്പറാണ്. പിന്നെ ആര് 0 ആയി പറ്റൂ? ബി 0 ആയി പറ്റൂ എന്ന് പറഞ്ഞാൽ ബി ഈക്വൽ ടു 0 ആവും. അപ്പോഴും എന്തിനു കിട്ടും? സൊല്യൂഷൻ യു ഓഫ് എക്സ് കോമാറ്റി 2 0 കിട്ടും. എക്സ് ഓഫ് എക്സ് 0 എന്ന് കിട്ടും. അതും ട്രിവിയൽ സൊല്യൂഷനാണ്. അപ്പം അടുത്ത കേസ് എടുക്കും. ലാംഡ പോസിറ്റീവ് ആണെന്നുള്ള, ലാംഡ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള അടുത്ത കണ്ടീഷൻ എടുക്കും. ലാംഡ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ അവിടുത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എ കോസ് റൂട്ട് മൈനസ് ലാംഡ ഇല്ലേ, റൂട്ട് മൈനസ് ലാംഡ എക്സും പ്ലസ് ബി സൈൻ റൂട്ട് മൈനസ് ലാംഡ എക്സ്. ഒരു തെറ്റ് പറ്റിയേ, മൈനസ് റൂട്ട് ലാംഡ എക്സ് അല്ല, റൂട്ട് ലാംഡ എക്സ് ആണേ വരുന്നത് കേട്ടോ. അപ്പം എ നേരത്തെ മൈനസ് ആണെന്ന് തോന്നിട്ട് എഴുതിയ എ കോസ് റൂട്ട് ലാംഡ എക്സ് പ്ലസ് ബി സൈൻ റൂട്ട് ലാംഡ എക്സ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കാം. അപ്പം എക്സ് ഓഫ് 0 കൊടുക്കാം. എക്സ് ഓഫ് 0 കൊടുക്കപ്പം സൈൻ്റെ ടൈം 0, അപ്പോൾ സൈൻ 0 ആയി പോകും. അടുത്ത എന്തിനാണ്? എ കോസ് റൂട്ട് കോസ് 0 വരും. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 അല്ലേ, അപ്പം എ വരും. എ ഈക്വൽ ടു എന്തിനാവണം? ബൗണ്ടറി കണ്ടീഷൻ വെച്ചിട്ട് എക്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0 ആണ്, എക്സ് ഓഫ് എൽ എന്ന് പറഞ്ഞാലും 0 ആണ് എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു 0 ആയി പോകും. പിന്നെ എന്തിനാണ്? ഈ ടൈം അവിടെ 0 ആയി പോകും. അപ്പോൾ ഈ ടൈം ഇല്ല. ഇനി അടുത്ത ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കാം. എക്സ് ഓഫ് എൽ കൊടുക്കാം. എക്സ് ഓഫ് എൽ എന്ന് പറയുമ്പം അടുത്ത ഈ ടൈമല്ലേ ഉള്ളൂ. ബി സൈൻ റൂട്ട് പൈ എൽ ഈക്വൽ ടു എന്തിട്ട് വരണം? 0 ആവണം. ഇത് 0 ആവണമെങ്കിൽ ഒന്നെങ്കിൽ ബി 0 ആവണം, അല്ലെങ്കിൽ സൈൻ റൂട്ട് ലാംഡ എൽ 0 ആവണം. ബി 0 ആയാൽ നമ്മളെ സൊല്യൂഷൻ ട്രിവിയൽ ആയി പോകും, നേരത്തെ കണക്കായി പോകും. പിന്നെ ആരേ ഉള്ളൂ? സൈൻ റൂട്ട് പൈ എൽ 0 ആവണം. സൈൻ റൂട്ട് പൈ എൽ 0 ആവണം എന്ന് പറഞ്ഞാൽ റൂട്ട് പൈ എൽ എന്തിട്ട് വരണം? എൻ പൈ വരണം. അതിൽ പൈയുടെ മൾട്ടിപ്പിൾസ് വരപ്പം 0 ആവും. വേറെ എൻ ഈക്വൽ ടു 1 2 3 അങ്ങനെ പോകും. എന്ന് പറഞ്ഞാൽ ലാംഡ ഈക്വൽ ടു എന്തിനാവണം? എൻ പൈ ബൈ എല്ലിൻ്റെ സ്ക്വയർ വരണം. ഇതിൽ ലാംഡ വിളിക്കുന്ന പേരാണ് ഐഗൺ വാല്യൂ. ഈ ലാംഡ കിട്ടുന്ന ഈ ഫംഗ്ഷൻ ഉണ്ടല്ലോ, സൈൻ റൂട്ട് പൈ ബൈ എല്ല്, ഈ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ഐഗൺ ഫംഗ്ഷൻ. ഇവിടുത്തെ എന്നിന് 1 2 3 4 എന്ന് പറയുമ്പോൾ കുറേ വാല്യൂ വരും. എന്ന് പറഞ്ഞാൽ ലാംഡയ്ക്ക് അവിടെ കുറേ വാല്യൂ വരും. അപ്പം ഓരോ ലാംഡയ്ക്കും ഓരോ ഐഗൺ വാല്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാംഡ എൻ എന്ന് വിളിച്ച് എൻ പൈ ബൈ എൽ സ്ക്വയർ. അപ്പോൾ ലാംഡ എന്നതിൻ്റെ ഇക്വേഷനാണ് എൻ പൈ ബൈ എൽ സ്ക്വയർ. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ഫംഗ്ഷൻ, ഇതിൻ്റെ കറസ്പോണ്ടിങ് നമ്മളെ എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തിനാണ്? സൈൻ റൂട്ട് പൈ എല്ലാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ അവിടെയും എന്തിനാണ്? എന്നിനനുസരിച്ച് ഓരോ വാല്യൂ വരത്തില്ലേ? എങ്ങനെയാണ്? സൈൻ റൂട്ട് പൈ റൂട്ട് ലാംഡ എന്ന് പറഞ്ഞാൽ എന്തിനാണ്? എൻ പൈ ബൈ എൽ വരും ഇൻറ്റു എക്സ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? എക്സ് എൻ ഓഫ് എക്സ്. അവിടെ എൻ മാറാനുസരിച്ച്, അതായത് ഈ സാധനം റൂട്ട് ലാംഡയ്ക്ക് വരാം ഏതിട്ട് കൊടുത്ത്? എൻ പൈ ബൈ എൽ ഇട്ട് കൊടുത്ത്. അപ്പോൾ അവിടുത്തെ എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പോൾ ഇതായിരിക്കും എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത്. വേറെ എൻ ഈസ് ഈക്വൽ ടു 1 2 3 അങ്ങനെ പോകും. അപ്പം ഇതിന് കറസ്പോണ്ടിങ് ഓരോ ലാംഡയ്ക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആരുണ്ട്? ഐഗൺ ഫംഗ്ഷൻ ഉണ്ട്. ഓരോ ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഐഗൺ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് ഐഗൺ വാല്യൂ, ഇതാണ് ഐഗൺ ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സിൻ്റെ സൊല്യൂഷൻ കിട്ടി. ഇനി ആരെ കണ്ടുപിടിക്കണം? ടിയുടെ വേണ്ടേ? നമ്മൾ നേരത്തെ നേരം പറഞ്ഞ യു ഓഫ് എക്സ് കോമ ടി എങ്ങനെ എഴുതാമെന്ന എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഓഫ് ടി അങ്ങനെ ആക്കി എഴുതാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ കുറേ എക്സിൻ്റെ വാല്യൂ കിട്ടും. എക്സ് 1 കൊടുക്കുമ്പോൾ ഒരു സൊല്യൂഷൻ കിട്ടും, എക്സ് 2 കൊടുക്കുമ്പോൾ വേറെ, അല്ല എൻ 1 കൊടുക്കുമ്പോൾ ഒരു സൊല്യൂഷൻ കിട്ടും, എന്നിന് 2 കൊടുക്കുമ്പോൾ വേറെ സൊല്യൂഷൻ കിട്ടും, അങ്ങനെ കുറേ കിട്ടും.
ഇവിടെ നോക്കി. അപ്പോൾ ഇവിടെ കുറേ സൊല്യൂഷൻസ് കിട്ടും. ഇനി അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ ടി കണ്ടുപിടിക്കാനാണ് അടുത്ത ജോലി. അടുത്ത ടി ഓഫ് ടി കണ്ടുപിടിക്കണം. ഇതാണ് അടുത്ത കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ഡിഫറൻഷ്യൽ, നേരത്തെ എഴുതിയില്ല രണ്ടാമത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കണം. അതിലായിരുന്നു ടി ടി ഈക്വൽ ടു അതിലായിരുന്നു മൈനസ് ലാംഡ ടി. അല്ല അങ്ങനെയല്ലല്ലോ, ടി ടി ഈക്വൽ ടു കെ ഇല്ലായിരുന്നു, മൈനസ് കെ ലാംഡ ടി. ഇതല്ലായിരുന്നു ഇക്വേഷൻ. മൈനസ് ടി ടി ഈക്വൽ ടു മൈനസ് ലാംഡ കെ ടി. ഇതായിരുന്നു ടി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇതിൽ നിന്ന് എങ്ങനെ ഇതിൻ്റെ സൊല്യൂഷൻ എന്തിനാണ്? ഇതിൽ ലാംഡയ്ക്ക് 0 വരില്ല, 0 വന്നാൽ ട്രിവിയൽ സൊല്യൂഷൻ കിട്ടും. പിന്നെ ആരും വരത്തില്ല, നെഗറ്റീവ് വരത്തില്ല. അപ്പോൾ പോസിറ്റീവിൻ്റെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് വരുന്ന സൊല്യൂഷനാണ് ടി ഓഫ് ടി ഈക്വൽ ടു ഇതായിരിക്കും ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു, ഞാൻ ബി എന്ന് വിളിച്ച്, ബി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ കെ ടി. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഇത് സൊല്യൂഷൻ കാണാൻ നിങ്ങളല്ല ഓർഡിനറി ODE യിൽ പഠിച്ചിട്ടുണ്ട്. നേരത്തെ എഴുതിയില്ലേ അതേപോലത്തെ സാധനം. നേരത്തെ 3 കേസ് എഴുതിയപ്പോൾ പഠിച്ചല്ല, അതേ സെയിം സാധനം തന്നെ ഇവിടെ വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് UN കിട്ടില്ല. നമുക്ക് HN ഇവിടെ ഒരുപാട് HN ഉണ്ടായിരുന്നു. HNൻ്റെ വാല്യൂ ഇല്ലേ, HN 1 2 അല്ല NN 1 2 3 അനുസരിച്ച് കുറേ HN ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓരോ സൊല്യൂഷൻ കിട്ടത്തില്ലേ. ഇങ്ങനെ എഴുതി കാണിച്ചു തരാം. UN ഓഫ് എച്ച് കോമ ടി എന്ന് പറയുന്നതിലായിരിക്കും HN ഓഫ് എച്ച് ഇൻറ്റു ടി ഓഫ് ടി ആയിരിക്കും. അല്ലെ, HN ഓഫ് എച്ച് എന്ന് നമുക്ക് കിട്ടി. അതേപോലെ ടി ഓഫ് ടിയും കിട്ടി അല്ലേ. ഇനി ഇത് ഹീറ്റ് ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ എന്തിനാണ് ഇതിൻ്റെ ഇത് ഓരോ സൊല്യൂഷൻ്റെ ലീനിയർ കോമ്പിനേഷൻ എല്ലാം വീണ്ടും ഒരു സൊല്യൂഷൻ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ യു ഓഫ് എസ് കോമ ടി എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇതിൻ്റെ എല്ലാ ലീനിയർ കോമ്പിനേഷൻ എടുക്കണം. ഈക്വൽ ടു എങ്ങനെ എഴുതാം? സിഗ്മ ഒരു എച്ചിൻ്റെ വാല്യൂ എത്രയാണ്? എച്ച് എന്ന് പറഞ്ഞാൽ സൈൻ എൻ പൈ ബൈ എല്ലിൻ്റെ എച്ച്, ഇതായിരുന്നു HN. അടുത്ത ടി ഓഫ് ടി എന്തിനായിരുന്നു? അല്ലേ, HN ഓഫ് എച്ച് ആണ്. ടി ഓഫ് ടി എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ കെ ഇൻറ്റു ടി. ഇതിൻ്റെ എല്ലാ ലീനിയർ കോമ്പിനേഷൻ എടുക്കാൻ പോവാം. അപ്പോൾ ഓരോന്നിനും ഓരോ കോൺസ്റ്റൻ്റ് ഉണ്ട്. ആ കോൺസ്റ്റൻ്റ് തന്നെ BN എന്ന് വിളിച്ച്, അതായത് BN ഇൻറ്റു സൈൻ എൻ പൈ ബൈ എൽ എച്ച് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ കെ ഇൻറ്റു ടി. ഇതാണ് ഇതെന്ന് പറയുന്ന നമ്മുടെ ഹീറ്റ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. മനസ്സിലായി? ഇതാണ് ഒരു സൊല്യൂഷൻ. ഇതിൻ്റെ എല്ലാം ലീനിയർ കോമ്പിനേഷൻ എടുക്കാണ് ഇവിടെ ചെയ്തേക്കുന്നത്. സിഗ്മ എന്തൊരു വരും? N ഈക്വൽ ടു 1 to N വരും. ഇതായിരിക്കും നമ്മളെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ BNൻ്റെ വാല്യൂ ഇല്ല. അപ്പോൾ അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ BN കണ്ടുപിടിക്കാനാണ്. BN കണ്ടുപിടിച്ചിട്ട് ഇത് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ഫൈനൽ ആൻസർ കിട്ടും. അപ്പോൾ അടുത്ത BN കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ ഇക്വേഷനകത്ത് ടിക്ക് 0 കൊടുക്കപ്പോൾ എന്തിനാ കിട്ടുന്ന? ഇക്വേഷനകത്ത് ടിക്ക് 0 കൊടുക്കപ്പം BN സൈൻ എൻ പൈ എച്ച് ബൈ എൽ ഇങ്ങനെ വരും. ഇതാണ് ടിക്ക് 0 എടുക്കുക, അതായത് ടി ഈക്വൽ ടു 0 എടുക്കുക. വരുന്ന യുവിൻ്റെ വാല്യൂ ആണ്. ടിക്ക് 0 എടുക്കപ്പോൾ കിട്ടുന്ന യുവിൻ്റെ വാല്യൂ ആണ് ഇനിഷ്യൽ കണ്ടീഷനായിട്ട് നമുക്ക് ആദ്യമേ എന്തിനു തന്നേക്കുന്നത്? എഫ് ഓഫ് എക്സ് എന്ന് തന്നേക്കുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു BN ഇൻറ്റു സൈൻ എൻ പൈ എച്ച് ബൈ എൽ എന്ന് എഴുതിക്കൂടെ? നമ്മളെ ഫോറിയർ സീരീസ് പ്രകാരം എന്തിനാണ് ഫോറിയർ സീരീസ് പറയുന്നത്? അതിലെന്തിനാണ് ഏതൊരു പീരിയോഡിക് ഫംഗ്ഷൻ്റെയും ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റുമെന്നാണ്. ഇവിടെ എന്തിനാണ്? ഇവിടെ നമുക്ക് ഇനിഷ്യൽ കണ്ടീഷനാണ് എഫ് ഓഫ് എക്സ്. ഈ എഫ് ഓഫ് എക്സിനെ എന്തിനാക്കി എഴുതാൻ പറ്റി? ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ കോമ്പിനേഷൻ. ഇവിടെ സിഗ്മ ഇട്ട് കേട്ടോ.
ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റിയില്ലേ? അതായത് ഏതൊരു ഫംഗ്ഷനെയും ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റും, ഏതൊരു പീരീഡ് ഫംഗ്ഷനെ എഴുതാൻ പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ എഫ് ഓഫ് എക്സിനെ എന്ത് എഴുതി വെക്കുക? ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ കോമ്പിനേഷനാക്കി എഴുതി വെക്കുക. അങ്ങനെയാണെങ്കിൽ ബി എൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അവിടെ ഫോറിയർ സീരീസിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ടെസ്റ്റിൽ നല്ലൊരു ഫോർമൽ മെത്തേഡിലൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇതിൽ ബി എൻ എന്ന് പറയുന്നത് എന്തിനായിരിക്കും? ഈ ബി എന്നിൻ്റെ കൂടെ കിടക്കുന്ന സാധനം ഉണ്ടല്ലോ, നമുക്ക് കണ്ടുപിടിക്കാനുള്ള കോഷ്യൻ്റ് ഇതാണ്. അതിൻ്റെ കൂടെ കിടക്കുന്ന ഈ ട്രിഗണോമെട്രി ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതിനെ ടെസ്റ്റിൽ ഇങ്ങനെ അല്ല കേട്ടോ പറഞ്ഞേക്കുന്നത്. ടെസ്റ്റിൽ നല്ല രീതിക്കാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ ഉടായ്പായിട്ട് പറഞ്ഞുതരാണ്. ഇതിനെ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കൊണ്ട് ഗുണിക്കണം. ഗുണിച്ചിട്ട് ഈ ഫംഗ്ഷൻ്റെ ആവറേജ് എടുക്കണം. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ആവറേജ് അറിയാമല്ലോ. ഇതൊരു ഫംഗ്ഷൻ എ തൊട്ട് ബി വരെ ഒരു ഫംഗ്ഷനാണെന്ന് വെച്ചോ, എ തൊട്ട് ബി വരെ. ഇതിൻ്റെ ആവറേജ് എടുക്കാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? എ തൊട്ട് ബി വരെ ഇൻറ്റഗ്രേഷൻ ചെയ്യും. ഇൻറ്റഗ്രേഷൻ ചെയ്തിട്ടല്ലേ, ഇൻറ്റഗ്രൽ എഫ് എവിടെ നിന്നിട്ട് ഇടം വരെ എ തൊട്ട് ബി വരെ ഇൻറ്റഗ്രൽ ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇതിൻ്റെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യും, ബി മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ആവറേജ് കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെയാണ് ആവറേജ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യണം? ഈ ഫംഗ്ഷൻ്റെ ആവറേജ് കണ്ടുപിടിക്കണം എന്ന് പറയാം. അപ്പം ഇതിന് എവിടെ നിന്നിട്ട് ഇടം വരെ ഇൻറ്റഗ്രേഷൻ ചെയ്യേണ്ടി വരും? നമ്മുടെ ഫംഗ്ഷൻ എക്സിൻ്റെ വാല്യൂ എവിടെ നിന്നിട്ട് ഇവിടെ 0 to L വരെയല്ലേ നമ്മൾ എക്സ് വന്നേക്കുന്നത്. അപ്പോൾ അതിന് എവിടെ നിന്നിട്ട് ഇടം വരെ ഇൻറ്റഗ്രേഷൻ ചെയ്യേണ്ടി വരും? 0 തൊട്ട് L വരെ ഇൻറ്റഗ്രേഷൻ ചെയ്യണം. എന്നിട്ട് L കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ? 1/L L കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോഴാണ് ഇതിൻ്റെ ആവറേജ് കിട്ടുന്നത്. ഈ കിട്ടിയ ആവറേജിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇൻറ്റു 2. കാരണം നമ്മൾ ഫോറിയർ പറയുന്നത് സൈൻ്റെയും കോസിൻ്റെയും ലീനിയർ കോമ്പിനേഷനൊക്കെ എഴുതാൻ പറ്റുമെന്ന് പറയുന്നത്. ഇവിടെ കോസിൻ്റെ ടൈം എല്ലാം കൂടെ ചേർന്ന് സൈൻ ആക്കിയാണ് എഴുതുന്നത്. ഒരു 2 കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതാണ് ബി എന്നിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതെടുത്ത് എവിടെ ഇട്ട് കൊടുക്കണം? ഇതിലിട്ട് കൊടുക്കുക. അപ്പം ഇതിൽ കിട്ടും യു ഓഫ് എക്സ് ടി കിട്ടും. ഇതിൻ്റെ പ്രോബ്ലം ചെയ്യാൻ നോക്കണം കേട്ടോ. ഒരുപാട് സമയമായിട്ട് ഞാൻ നിർത്തുവാണേ.